ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു വെനസ്ഡേ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. എല്ലാ വെനസ്ഡേ മാത്രമേ ഈ മാർക്കറ്റുള്ളൂ. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു നേസ്പ്രോ മാർക്കറ്റാണ്. ഇവിടെ എല്ലാവിധ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമുള്ള ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. പൊതുവെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനെ അപേക്ഷിച്ച് ഇത് ഫ്രഷുമാണ്, പിന്നെ റേറ്റും അല്പം കുറവാണ്. മോർണിംഗ് 7 o'clock മുതൽ ആഫ്റ്റർനൂൺ വരെയാണ് ഈ മാർക്കറ്റ് കാണുക. ഇവരുടെ സംഭവങ്ങൾ സെയിൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവരുടെ സ്റ്റോൾസൊക്കെ അവരിങ്ങനെ ക്ലോസ് ചെയ്ത് പോകും. അപ്പോൾ ഇത് അവിടെയുള്ളൊരു വെജിറ്റബിൾസിൻ്റെ ഒരു സ്റ്റോളാണ്. വെജിറ്റബിൾസിന് 2-3 സ്റ്റോൾസും ഫ്രൂട്ട്സിന് 2 സ്റ്റോളുമാണ് ഇവർക്കുള്ളത്. അത്ര ഭയങ്കര വലിയ മാർക്കറ്റൊന്നുമല്ല, ഒരു ചെറിയ മാർക്കറ്റാണ്. ഇത് അവരുടെ ഒരു സ്വീറ്റ് ഷോപ്പാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുനാഫേനോട് ഏകദേശം സാമ്യമുള്ളൊരു സംഭവമാണിത്. ഇവരും ഇതിന് കുനാഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് മേടിച്ചിട്ടൊന്ന് ട്രൈ ചെയ്തായിരുന്നു. സംഭവം അടിപൊളിയാണ് കേട്ടോ. നന്നായി മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു ഡഫിനൊക്കെ ചെറിയൊരു കീടൊക്കെ ഒരു ഫ്ലേവർ ഉണ്ട്. എന്തായാലും കൊള്ളായിരുന്നു. 2 പൗണ്ട് എന്തോ ആണ് ഒരു പീസിന്. പിന്നെ നമുക്ക് വീട്ടിന് ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങൾ, അതായത് നമ്മുടെ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൊരു സെക്ഷനായിരുന്നു ഇത്. സമ്മർ ടൈമിൽ ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ചെടികളുടെയൊക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു. വിൻ്റർ ടൈമിൽ ഇച്ചിരി കുറവാണ്. ഇതിപ്പോൾ ഒരു ഫാൻസി ഫ്ലവേഴ്സിൻ്റെ ഒരു ഷോപ്പാണ്. ഭയങ്കര നല്ലതായിരുന്നു. ദൂരത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഒറിജിനലാണെന്ന് തന്നെ തോന്നത്തുള്ളൂ. ഇവിടുത്തെ ഒരു ബഞ്ചിന് 1 പൗണ്ടാണ്. വിൻ്ററിൽ ഇവിടെ ഫ്ലവേഴ്സൊന്നും അധികം നിൽക്കത്തില്ലല്ലോ, അപ്പോൾ വീട്ടിലൊക്കെ നമുക്ക് ഇതൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ വിൻ്റർ പ്ലാന്റ്സിൻ്റെ ഒരു ചെറിയ സ്റ്റോളുണ്ട്. ഇവിടെ പല ടൈപ്പുള്ള ചെടികൾ, കിഴങ്ങുകൾ, പിന്നെ അതിൻ്റെ വിത്തുകൾ, അങ്ങനത്തെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇവർ സെയിൽ ചെയ്യുന്നുണ്ട്. സമ്മറിലും ഈ സ്റ്റോൾ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. വിൻ്ററിൽ പൊതുവെ ചെടികൾക്കൊക്കെ റേറ്റ് കൂടുതലാണ് സമ്മറിനെ അപേക്ഷിച്ച്. എന്നാലും തന്നെ ഇവരൊക്കെ ഒരുപാട് ഫ്ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് തന്നെ എപ്പോഴും ഈ സ്റ്റോൾസിൽ തിരക്കായിരിക്കും. ഇത് കണ്ടില്ലേ, നമുക്ക് നാട്ടിലൊക്കെ പോകുമ്പോൾ ഇവിടുത്തെ ഈ ചെടികളുടെ വിത്തൊക്കെ മേടിച്ചിട്ട് പോവാം. വിത്തിനൊക്കെ അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ. 1 പൗണ്ട് 2 പൗണ്ട് അങ്ങനെയൊക്കെ ഉള്ളൂ. തുളിപ്സ്, വിൻ്റർ പ്ലാന്റ്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്. ഡാഫുഡിൽസ്, അങ്ങനെയൊക്കെ കുറേ ടൈപ്പ് വിത്തുകളുണ്ട്. പിന്നെ അത് നമുക്ക് വളർത്താനുള്ള ഈ സോയിലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സോയിലും അതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഇതൊരു ഫ്രൂട്ട്സിൻ്റെ ഷോപ്പാണ്. ഇവിടെ ഇവർ ക്യാഷ് മാത്രമേ എടുക്കത്തുള്ളൂ, ക്യാഡൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. ഇത് 1 പൗണ്ടിന് 1.99 നമുക്ക്, അതായത് 1 പൗണ്ട് 99 പെൻസിന് നമുക്കൊരു ബോക്സ് സ്ട്രോബെറി മേടിക്കാം. പിന്നെ സവാള, ക്യാരറ്റ്, നമ്മുടെ ഗ്രീൻ ആപ്പിൾസ്, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. ലെറ്റ്യൂസ്, നല്ല ഫ്രഷ് ടൊമാറ്റോസ് ഒക്കെ ഉണ്ട് ഈ സ്റ്റോളിൽ. ബനാനയ്ക്കൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. പിന്നെ ഇതൊരു ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. സിട്രസ് ഫ്രൂട്ടാണ്, ഓറഞ്ചിൻ്റെ ഒരു വെറൈറ്റി. നമ്മളിതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഫ്രഷാണ് കേട്ടോ. പിന്നെ 2 പൗണ്ടിന് നമുക്ക് 2 ബഞ്ച് ഇത് കിട്ടും, ഗ്രേപ്സ്. പിന്നെ 3 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ബോക്സ് ഇത് മേടിക്കാം, റാസ്ബെറി. അങ്ങനെ എല്ലാ ടൈപ്പിലുള്ള ഫ്രൂട്ട്സും ഉണ്ട്. ഇവിടെ നമ്മളൊരു 12 o'clock വരികയാണെങ്കിൽ ഇച്ചിരിയും കൂടി റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ കിട്ടും. പിന്നെ ഇത് ഇവിടുത്തെ ഒരു അടിപൊളി സ്റ്റോളാണ്. ഇത് നമ്മുടെ മിനിയേച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു സ്റ്റോളാണ്. നമ്മുടെ കുട്ടികളെയൊക്കെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യും. കുട്ടികൾ മാത്രമല്ല, നമുക്ക് ഇതിനോടൊക്കെ ക്രേസ് ഉള്ളവർക്കൊക്കെ മേടിക്കാം. സംഭവം നല്ല അടിപൊളിയാണ്. എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് കണ്ടു. കൊള്ളാം എന്തായാലും. പക്ഷെ ഒന്നൊന്നും മേടിച്ചിട്ട് കാര്യമില്ല, നമ്മളൊരു സെറ്റൊക്കെ ആയിട്ട് മേടിച്ചാലേ സംഭവം നല്ല അടിപൊളിയായിട്ട് കാണത്തുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമുള്ള സ്ലൂയിസ് ബാഗ്, ബാറ്ററീസ്, അതുകൂടാതെ സെല്ലോ ടാപ്പ്, അങ്ങനത്തെയൊക്കെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ കിട്ടുന്ന സ്റ്റോളാണ്. പിന്നെ കാർഡ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വെറൈറ്റി ഓഫ് കാർഡ്സ് ഒട്ടുമിക്ക എല്ലാ സ്റ്റോൾസിലും കാണാം. നല്ല തിരക്കുള്ള വെനസ്ഡേസ് ആയിരിക്കും ഇവിടെ. ഇതൊരു ചീസിൻ്റെ അടിപൊളി സ്റ്റോളാണ്. പഴക്കം കൂടുന്തോറും ചീസിന് ടേസ്റ്റ് കൂടുന്നാണ് പറയുക. അതുകൂടാതെ തന്നെ റേറ്റും കൂടും. ഇവരുടെ എല്ലാ ഫുഡിലും മോസ്റ്റ്ലി ചീസ് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ മാർക്കറ്റ് വിസിറ്റ്. ഇനി നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.